ടെസ്റ്റ് ക്വസ്റ്റ്യൻസിൽ അവർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് പ്രഷർ അൾസർ അല്ലെങ്കിൽ പ്രഷർ ഇഞ്ചറി എന്ന ഒരു ടോപ്പിക്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു ഇമേജ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിൽ ഏത്, ആസ് എ നേഴ്സ് നിങ്ങൾ എങ്ങനെ അത് ഡോക്യുമെന്റ് ചെയ്യും എന്നുള്ളത്. അപ്പൊ ഏതായിരിക്കാം നിങ്ങളുടെ ആൻസർ? എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഡിസ്ട്രാക്ടേഴ്സ് എന്ന് പറയും. ശരിക്കും അത് നമ്മളെ വളരെയധികം ഡിസ്ട്രാക്ട് ചെയ്യിക്കും. അതുപോലെ രീതിയിലുള്ള ആൻസേഴ്സ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്സ് ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ വളരെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു തറോ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ആൻസേഴ്സ് സോർട്ട് ഔട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ദ ആൻസർ ഈസ് എ, ദാറ്റ് ആൻസർ ഈസ് ഇ, ദാറ്റ് ഇസ് സ്റ്റേജ് 2 പ്രഷർ ഇഞ്ചറി. ഓക്കെ, അപ്പൊ ഈ സ്റ്റേജ് 2 പ്രഷർ ഇഞ്ചറി അതിന്റെ സ്റ്റേജസ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ബിഫോർ ഡീലിംഗ് വിത്ത് ദ സ്റ്റേജസ് ഓഫ് പ്രഷർ ഇഞ്ചറി, സോ ദ ഫസ്റ്റ് വൺ, സോ ബിഫോർ ദാറ്റ് വാട്ട് ഈസ് പ്രഷർ ഇഞ്ചറി? നമ്മള് ബെഡ് സോർ അല്ലെങ്കിൽ നമ്മളെ ഡെഗ്യുബിറ്റിസ് അൾസർ അല്ലെങ്കിൽ എന്താണ് പ്രഷർ സോർ, പ്രഷർ അൾസർ എന്നൊക്കെയാണ് നമ്മളെ വിളിക്കുക. സോ ആക്ച്വലി വി ആർ സപ്പോസ് ടു ഡിഫൈൻ ഇറ്റ് ആസ് പ്രഷർ ഇഞ്ചറി. നമ്മൾ അതിനെ പ്രഷർ ഇഞ്ചറി എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് പറയുന്ന മറ്റ് സിനോണിംസ് ആണ് ഈ പ്രഷർ അൾസർ അല്ലെങ്കിൽ പ്രഷർ സോർ, ഡെഗ്യുബിറ്റസ് അൾസർ, ബെഡ് സോർ എന്നൊക്കെ നമുക്ക് അതിനെ വിളിക്കാം. സോ ബിഫോർ ദാറ്റ് നമ്മൾ എന്തറിയണം? ലെയേഴ്സ് ഓഫ് സ്കിൻ അറിയണം. നമ്മൾ പ്രീവിയസ് പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സ്കിൻ റിലേറ്റഡ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ആ ലെയേഴ്സ് നമ്മൾ ക്ലിയർ ആയിട്ട് നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി സ്റ്റഡി ദ സ്റ്റേജസ് ഓഫ് പ്രഷർ അൾസർ. ക്ലിയർ? അപ്പൊ അവിടെ എന്താണ് നമുക്കറിയാം, സ്കിന്നിനെ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറയാം. സോ വാട്ട് യു മീൻ ബൈ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്? എന്താണ് നമ്മൾ പറയില്ലേ, സകലകലാ വല്ലഭൻ എന്നൊക്കെ പറയില്ലേ? സോ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ ഒരു സകലകലാ വല്ലഭനാണ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിനൊരു ഒന്ന് വിളിക്കുന്നതാണ് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന്. നമുക്കറിയാം ലാർജസ്റ്റ് ഓർഗൻ ഓഫ് ദ ബോഡി. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. അപ്പൊ ഈ അനാട്ടമി അല്ലെങ്കിൽ ഇതുപോലുള്ള പോയിന്റ്സ് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊരു സ്കീമാറ്റിക്കലി ഓർഗനൈസ് ചെയ്ത് എഴുതി വെക്കാം. ഒരുപാട് വലിയ പോയിന്റ്സ് അല്ലെങ്കിൽ വാരി വലിച്ചെഴുതാതെ ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന പോയിന്റ്സ് ഒന്ന് നിങ്ങൾ വേറെ കളർ പെൻ ഉപയോഗിച്ചോ അല്ല അണ്ടർലൈൻ ചെയ്തോ വരച്ചൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ, നിങ്ങൾക്ക് തന്നെ അത് കാണുമ്പോൾ പഠിക്കാനും ഈസി ആയിരിക്കും. റിവൈസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ക്ലിയർ? അപ്പൊ ഇവിടെ സ്കിൻ നമുക്കറിയാം. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഇറ്റ്സ് എ ലാർജസ്റ്റ് ഓർഗൻ ഓഫ് എ ബോഡി and it consists of 3 layers. അതുപോലെ തന്നെ ഈ ലെയേഴ്സ് ചോദിക്കാറുണ്ട്. So the first layer, that is epidermis, dermis, hypodermis. Okay, then hypodermisനെ നമുക്ക് പറയാം subcutaneous layer അല്ലെങ്കിൽ supportive layer എന്നൊക്കെ നമുക്ക് hypodermisനെ വിളിക്കാം. Clear? The next one, epidermis. ഇവിടെ എപ്പിഡെർമിസ് നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ലെയർ ആണ് അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി സ്കിൻ. നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നമ്മൾ തൊടുമ്പോൾ നമ്മൾ എവിടെയാ തൊടുന്നത്? സോ ദാറ്റ് നമ്മുടെ എപ്പിഡെർമിസിലാണ് അല്ലെ? ഇപ്പം കൺഫ്യൂഷൻ ഉള്ളവർ അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക, നമ്മൾ തൊടുന്നത് എവിടെയാണ്? എപ്പിഡെർമിസിലാണ്. സോ ദിസ് ഇസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് സ്കിൻ. സോ then it is forms from ectoderm. നമ്മുടെ എക്ടോഡേമിൽ നിന്നാണ് ഇത് ഫോം ചെയ്യുന്നത്. അപ്പൊ അവിടെ ഞാൻ ഒരു പോയിന്റ് പറഞ്ഞോളട്ടെ. ഈ എക്ടോഡേം അല്ല എൻഡോഡേം അതായത് മീസോഡേം നമുക്കറിയാം അല്ലെ, നമ്മുടെ ജേം ലെയേഴ്സ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഡിറൈവേഷൻ വരുന്ന ഓർഗൻസ് അല്ലെങ്കിൽ ജേം സെൽ ഡിറൈവേഷൻ, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ പഠിക്കേണ്ട ഒന്നാണ്. നമ്മൾ അപ്കമിംഗ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യും. Then ഈ epidermis consists of 5 layers. അപ്പൊ നിങ്ങൾ ജസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ഡൗൺ സ്കിൻ എന്ന് എഴുതുക. അതിനുശേഷം 3 എന്താണ് ലാർജസ്റ്റ് ഓർഗൻ സൈഡിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ദെൻ യു ഹാവ് ടു റൈറ്റ് എപ്പിഡെർമിസ് എഴുതുക, ഔട്ടർ മോസ്റ്റ് ലെയർ. ദെൻ എന്താണ്, അതിന് 5 ലെയേഴ്സ് ഉണ്ട്. എപ്പിഡെർമിസിനെ നമ്മൾ 5 ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ ദാറ്റ് ഇസ് സ്ട്രാറ്റം കോർണിയം, ദെൻ സെക്കൻഡ് വൺ സ്ട്രാറ്റം lucidum, third one stratum granulosum, fourth one stratum spinosum, and fifth one stratum basal അല്ലെങ്കിൽ basal layer അല്ലെങ്കിൽ stratum germinativum എന്നൊക്കെ നമുക്ക് ആ ലെയറിനെ വിളിക്കാം. ക്ലിയർ ആണല്ലോ? 5 ലെയേഴ്സ്. സോ ഈ 5 ലെയറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഒന്നാമത്തേത് സ്ട്രാറ്റം കോർണിയം. സോ സ്ട്രാറ്റം കോർണിയം ഈസ് ഓൾസോ നോൺ ആസ് പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് സ്കിൻ. അപ്പൊ അത് 2 രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഈ നിങ്ങളുടെ ഓപ്ഷനില് പ്രൊട്ടക്റ്റീവ്, വിച്ച് വൺ ഈസ് ദ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് സ്കിൻ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അതിൽ എപ്പിഡെർമിസ്, ഡെർമിസ്, ഹൈപ്പോഡെർമിസ്, നൺ ഓഫ് ദി അബോവ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ തരികയാണെങ്കിൽ യു ക്യാൻ സെലക്ട് എപ്പിഡെർമിസ് ആസ് യുവർ ആൻസർ.
ക്ലിയർ. ഇനി കുറച്ചും കൂടി ഒന്ന് സ്പെസിഫൈ ചെയ്ത് എപ്പിഡെർമിസ് അല്ലെങ്കിൽ എപ്പിഡെർമിസ്, ഡെർമിസ്, ഹൈപ്പോഡെർമിസ് ആൻഡ് സ്ട്രാറ്റം കോർണിയം എന്ന് നിങ്ങൾക്ക് ഓപ്ഷൻസ് തരികയാണെങ്കിൽ യു ഹാവ് ടു സെലക്ട് ദ സ്ട്രാറ്റം കോർണിയം ദാറ്റ് ഇസ് സ്പെസിഫിക് ടു ദാറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പൊ സ്ട്രാറ്റം കോർണിയത്തെയാണ് നമ്മൾ ആക്ച്വൽ പ്രൊട്ടക്റ്റീവ് ലെയർ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ഫസ്റ്റ് ലെയർ ഓഫ് എമംഗ് ദ എപ്പിഡെർമിസ്. ക്ലിയർ. Then the second layer എന്ന് പറയുന്നത് സ്ട്രാറ്റം ലുസിഡം. ബ്രാക്കറ്റിൽ ജസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ എന്നൊന്ന് എഴുതി വെക്കുക. Then സ്ട്രാറ്റം ലുസിഡം എന്താണ്? സ്ട്രാറ്റം ലുസിഡം എന്ന് പറയുന്നത് തിക്ക് സ്കിൻ ഉള്ളിടത്ത് പ്രസന്റ് ആയിട്ടുള്ള ലെയേഴ്സ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ സോൾ അല്ലെ, കാൽപാദത്തിന്റെ അടി അവിടെയൊക്കെ എന്താണ്? തിക്ക് സ്കിൻ ആണ് അല്ലെ, കുറച്ച് നമ്മുടെ കയ്യിൽ പോലെയാണോ? സോഫ്റ്റ് അല്ലല്ലോ. അപ്പൊ അതുപോലെ തിക്ക് സ്കിൻ ഉള്ള ഏരിയാസിൽ കവർ ചെയ്തിരിക്കുന്ന ലെയർ ആണ് സ്ട്രാറ്റം ലുസിഡം. ക്ലിയർ. Then സ്ട്രാറ്റം ഗ്രാനുലോസം. അപ്പൊ അതിലെന്താണ് ഈ സ്ട്രാറ്റം ഗ്രാനുലോസം എന്ന് പറഞ്ഞാൽ 3 to 4 layers ഓഫ് ഇങ്ങനെ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സെൽസ് കൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പൊ കോമൺ ആയിട്ട് ഈ സ്ട്രാറ്റം ഗ്രാനുലോസത്തിൽ നിങ്ങൾ ഓർക്കേണ്ടത് സോ ദ കെരാറ്റിൻ പെർക്കസേഴ്സ് ഈസ് പ്രസന്റ് ഇൻ ദ സ്ട്രാറ്റം കോർണിയം അല്ലെങ്കിൽ കെറാറ്റോഹൈലിൻ അല്ലെങ്കിൽ കെരാറ്റിൻ പ്രസന്റ് ആയിട്ടുള്ളത് നമ്മുടെ സ്കിന്നിലെ ഏത് ലെയറിലാണ്? ദാറ്റ് ഈസ് സ്ട്രാറ്റം ഗ്രാനുലോസം. ക്ലിയർ ആണല്ലോ? ദെൻ നെക്സ്റ്റ് വൺ സ്ട്രാറ്റം സ്പൈനോസം. Stratum spinosum, that means arrangement of several cells. കുറെ സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. Then final, that is stratum basal അല്ലെങ്കിൽ basal layer അല്ലെങ്കിൽ stratum germinative എന്ന് പറയും. This is known as the deepest layer of epidermis. So another important point, that is deepest layer of epidermis. Clear അല്ലേ? Deepest layer of epidermis ചോദിച്ചിട്ടുണ്ട്. The actual protective layer എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കെരാറ്റിൻ പെർക്കസേഴ്സ് ഏത് ലെയറിലാണ് പ്രസന്റഡ് ആയിട്ടുള്ളത്? ഇതൊക്കെ റിപ്പീറ്റഡ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്ലിയർ ആണല്ലോ? ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഇസ് ഡെർമിസ്. ഡെർമിസ് നെക്സ്റ്റ് ടു എപ്പിഡെർമിസ് ആണ് വരുന്നത്. എന്ത്? ഡെർമിസ്. ഇപ്പൊ ഡെർമിസ് നമുക്കറിയാം മിഡിൽ ലെയർ ഓഫ് സ്കിൻ ആണ്. Dermis is again divided into two, that is stratum papillorosum and stratum reticulosum. Clear? Stratum papillorosum and stratum reticulosum. But stratum papillorosum, it is directly contact with the epidermis. Okay. എപ്പിഡെർമിസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നത്. അതായത് എപ്പിഡെർമിസ് നെക്സ്റ്റ് ടു എപ്പിഡെർമിസ് വരുന്ന നെക്സ്റ്റ് ലെയർ ഓഫ് ഡെർമിസ് ആണ് സ്ട്രാറ്റം പാപ്പിലോറിസം എന്ന് പറയുന്നത്. പിന്നെ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സ്ട്രാറ്റം റെറ്റിക്കുലോസം. വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റം റെറ്റിക്കുലോസം? എന്താണ് സ്ട്രാറ്റം റെറ്റിക്കുലോസത്തിന്റെ ഇമ്പോർട്ടൻസ്? കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നെർവ് എൻഡിങ്സ്, ഡിഫറെന്റ് നെർവ് എൻഡിങ്സ്, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ്, oil glands, sweat glands, collagen, so all these things which comprises in this layer of skin. നമ്മുടെ ഡെർമിസിലെ സ്ട്രാറ്റം റെറ്റിക്കുലോസത്തിലാണ് ഈ തിങ്സ് എല്ലാം, അല്ലെങ്കിൽ ഈ ബ്ലഡ് വെസൽസ്, ഓയിൽ ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ്, കൊളാജൻ, നെർവ് എൻഡിങ്സ് ഒക്കെ എന്താണ് ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാം പ്രസന്റ് ആയിട്ടുള്ളത്. നമ്മുടെ പ്രീവിയസ് KPSC കേരള PSC എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ അത് ഒന്ന് ഓർത്തിരിക്കുക. എന്താണ് ഹൈപ്പോഡെർമിസ്? സോ ദ നെക്സ്റ്റ് ലെയർ ദാറ്റ് ഇസ് ഹൈപ്പോഡെർമിസ്. അപ്പൊ ഇവിടെ ഹൈപ്പോഡെർമിസിൽ എന്താണ്? വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് സബ്ക്യൂട്ടിസ്. നമുക്ക് സബ്ക്യൂട്ടിസ് എന്ന് വിളിക്കാം, സബ്ക്യൂട്ടേനിയസ് ലെയർ ഓഫ് സ്കിൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം ദിസ് ഇസ് ദ ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് സ്കിൻ ആൻഡ് മേജർ സൈറ്റ് ഓഫ് ഫാറ്റ് സ്റ്റോറേജ്. അപ്പൊ ദ മേജർ ഫംഗ്ഷൻ ഓഫ് ഹൈപ്പോഡെർമിസ് ഇസ് വാട്ട്? ദാറ്റ് ഇസ് ഫാറ്റ് സ്റ്റോറേജ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഫാറ്റിനെ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഹൈപ്പോഡെർമിസ്. ക്ലിയർ? സോ വിച്ച് ലൈസ് ബിലോ ദ ഡെർമിസ്, നമ്മുടെ ഡെർമിസിന്റെ താഴെയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലെയേഴ്സ് ഓർക്കാൻ ബുദ്ധിമുട്ടുള്ളവര്, ചിലര് എപ്പോഴും കുട്ടികളെ തെറ്റിക്കുന്നത് ഫസ്റ്റ് ലെയർ ഡെർമിസ്, ചിലര് ഡെർമിസ് എപ്പിഡെർമിസ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും തെറ്റിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ കൺഫ്യൂസ്ഡ് ഉള്ളവർ നിങ്ങൾ ഓർത്ത് വെക്കുക, ഞാൻ തൊടുന്നത് എവിടെയാണ്? എപ്പിഡെർമിസ്. നിങ്ങൾ എപ്പോഴും കയ്യിൽ അല്ലെങ്കിൽ നമ്മളൊന്ന് നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോൾ ഓർക്കോ, യെസ് ദാറ്റ് ഇസ് എപ്പിഡെർമിസ്. അപ്പൊ നിങ്ങൾക്കറിയാം നെക്സ്റ്റ് ഡെർമിസ് ആൻഡ് നെക്സ്റ്റ് ടു ദാറ്റ് ഹൈപ്പോഡെർമിസ്. ക്ലിയർ? സോ ദിസ് ഇസ് ദ ലെയേഴ്സ് ഓഫ് സ്കിൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ സോ വി ക്യാൻ ഡിസ്കസ് പ്രഷർ ഇഞ്ചറി. സോ വാട്ട് ഇസ് പ്രഷർ ഇഞ്ചറി? അവിടെ നമുക്കറിയാം, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പ്രഷർ ഇഞ്ചറി ദാറ്റ് ഇസ് ഇഞ്ചറി ടു സ്കിൻ ആൻഡ് ടിഷ്യൂ അല്ലെ, ഡ്യൂ ടു പ്രഷർ ആവാം അല്ലെങ്കിൽ ഫ്രിക്ഷൻ ആവാം. ഇതുകൊണ്ട് നമ്മുടെ സ്കിന്നിന്റെ അണ്ടർലൈങ് ടിഷ്യൂല് അല്ലെങ്കിൽ എന്താണ് ഒന്നെങ്കിൽ നമ്മുടെ ബോഡി പ്രൊമിനൻസിനെ അല്ലെങ്കിൽ ഓൾ ദാറ്റ് ഏരിയനെ കംപ്ലീറ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഒന്നാണ് പ്രഷർ ഇഞ്ചറി. സോ ജസ്റ്റ് പ്രഷർ ഇഞ്ചറി എന്ന് എഴുതിയിട്ട് യു ക്യാൻ റൈറ്റ് സിംപ്ലി ഇറ്റ്സ് എ ഇഞ്ചറി ടു സ്കിൻ ആൻഡ് ടിഷ്യൂ. അതിൽ എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് കോമൺ റീസൺ. സോ ഇറ്റ് ഇസ്
ഓർ ഇറ്റ് ക്യാൻ ബി പ്രഷർ ഓർ ഫ്രിക്ഷൻ അല്ലെ. ഒന്നെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള പ്രഷർ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇറ്റ്സ് മേ ബി ഡ്യൂ ടു ഫ്രിക്ഷൻ. രണ്ട് ഏരിയാസ് തമ്മിലുള്ള ഫ്രിക്ഷൻ കൊണ്ട് എന്ത് വരാം, പ്രഷർ ഇഞ്ചറി വരാം. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് പോയിന്റ് ദാറ്റ് ഈസ് the pressure need to close of capillary 16 to 32 mm of Hg. അപ്പൊ അതായത് എപ്പോഴാണ് പിന്നെ നമ്മൾ പറയാണ് പ്രഷർ ഒരു കോസ് ആണ് എന്താണ് പ്രഷർ ഇഞ്ചറി വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ചെറിയൊരു പ്രഷർ ഒന്നും എന്ത് ചെയ്യില്ല, ഇറ്റ് വിൽ നോട്ട് കോസ് എനി ഇഞ്ചറി ടു ആ ടിഷ്യൂ. അപ്പൊ എന്താണ്, ഇഫ് ദ പ്രഷർ ഈസ് മോർ ദാൻ, അതായത് നമ്മുടെ ക്യാപ്പിലറീസ് എപ്പോഴാണ് ഒക്ലൂഡഡ് ആവുന്നത്, അപ്പൊ അതിനൊരു പെർട്ടിക്കുലർ പ്രഷർ ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത് ഇഫ് ദ ക്യാപ്പിലറി പ്രഷർ ഈസ് മോർ ദാൻ 16 to 32 mm of Hg. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം there will be a high risk of developing pressure injury. Clear? Then the duration, എത്ര നേരം. ഇതുപോലെ നമ്മുടെ ക്യാപ്പിലറി ഓഫ് ആയി അല്ലെങ്കിൽ ക്യാപ്പിലറി പ്രഷർ ഈ ഒരു 60 to 32 കൂടുതൽ പോകുന്നത് എത്ര സമയത്തേക്ക്, that is 6 to 12 hours. If it is greater than 6 to 12 hours, ഡെവലപ്പ് അൾസേഴ്സ്. അങ്ങനെയാണെങ്കിലാണ് അൾസേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ്, സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് every 2 hourly we have to change the position of the patient അല്ലെ. supine to നമ്മൾ എങ്ങനെയാണോ സൈഡ് ലൈൻ ആണോ ഏതാണോ പേഷ്യന്റിന്റെ പൊസിഷൻ, നമ്മൾ every 2 hourly we have to change the position and every 2 hourly we have to give back care to the patient. So these 2 points are very important and significant to this പ്രഷർ ഇഞ്ചറി. ക്ലിയർ? മനസ്സിലായല്ലോ? അപ്പൊ അത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. പിന്നെ നമുക്കറിയാം കോസസ്, ഡയറക്റ്റ് കോസ്, ഇൻഡയറക്റ്റ് കോസ്, റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇനിയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ദാറ്റ് ഇസ് പ്രൈമറി കോസ് ഓഫ് പ്രഷർ ഇഞ്ചറി. പ്രഷർ ഇഞ്ചറിയുടെ പ്രൈമറി കോസ് എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ. എന്തൊക്കെ ഓപ്ഷനിൽ തന്നിട്ടുണ്ടെങ്കിലും പ്രഷർ ആണ് നിങ്ങളുടെ ഓൾട്ടർനേറ്റീവ്സിൽ ഉണ്ടെങ്കിൽ യു ഹാവ് ടു സെലക്ട് പ്രഷർ. ഇനി പ്രൈമറി കോസ് എന്നില്ല, അല്ലെ കോസ് ചിലപ്പോൾ ചോദിക്കാം കോസസ് ഓഫ് പ്രഷർ ഇഞ്ചറി, ചിലപ്പോൾ 1-2 ഇതിലെ പോയിന്റ്സ് തന്നിട്ട് ഓൾ ഓഫ് ദി അബോവ് തരാം. അല്ലെങ്കിൽ പ്രൈമറി കോസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു സെലക്ട് പ്രഷർ. ക്ലിയർ? അപ്പൊ ഇതുപോലെ എഴുതി വെക്കുക, ഡയറക്റ്റ് കോസ്, ഇൻഡയറക്റ്റ് കോസ്, റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഡയറക്റ്റിൽ എന്താണ്, പ്രഷർ ആണ് പ്രൈമറി കോസ് എന്ന് പറയുന്നത്. പിന്നെ ഫ്രിക്ഷൻ വരുന്നുണ്ട്, ഷിയർ, മോയ്സ്ചർ, ലോസ് ഓഫ് സെൻസേഷൻ, കമ്പൈൻഡ് പാത്തോളജി, ഇതെല്ലാം കൂടി ചേർന്നിട്ടൊക്കെ എന്ത് വരാം, പ്രഷർ ഇഞ്ചറി വരാം. പിന്നെ ഇൻഡയറക്റ്റ് കോസ്, ദാറ്റ് മേ ബി മൊബിലിറ്റി പ്രോബ്ലം, ഇമ്മൊബിലിറ്റിയുടെ കേസിൽ എഡിമ ഉണ്ട്, അല്ലെങ്കിൽ കോമ, അൺഹൈജീനിക് കണ്ടീഷൻസ്, impaired circulation, poor nutrition. Then other risk factors, that is incontinence of feces or urine. Then mental health conditions, for example in severe case of depression or psychotic depression, അല്ലെങ്കിൽ melancholic depression, അല്ലെങ്കിൽ severe ആയിട്ടുള്ള anorexia, അല്ലെങ്കിൽ severe ആയിട്ടുള്ള psychiatric conditionസിലൊക്കെ poor hygiene കാര്യങ്ങളൊക്കെ വരാം, ഇമ്മൊബിലിറ്റി വരാം. അപ്പൊ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇതുപോലെയുള്ള പ്രഷർ ഇഞ്ചറി ഡെവലപ്പ് ചെയ്യാം. ഹെൽത്ത് കണ്ടീഷൻസ്, ഡയബറ്റിസ് മെലൈറ്റിസ്, റീനൽ ഫെയിലിയർ, ഹാർട്ട് ഫെയിലിയർ, COPD, അതുപോലെ തന്നെ ഏജിങ് സ്കിന്ന്. ഓക്കെ, ഏജിങ് സ്കിന്ന്, ഈ കേസുകളിലൊക്കെ എന്താണ് പ്രഷർ ഇഞ്ചറി ഡെവലപ്പ് ചെയ്യാം. ക്ലിയർ? അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ പിന്നീട് അപ്കമിങ് ക്ലാസ്സസ് വരുന്നതായിരിക്കും ഫൗണ്ടേഷന്റെ ഈ പ്രഷർ ഇഞ്ചറി എന്ന ടോപ്പിക്സിൽ.